നമസ്കാരം. ആരോഗ്യം നിലനിർത്തുവാനും ആരോഗ്യം സംരക്ഷിക്കുവാനും ആഗ്രഹമുള്ളവരാണ് മലയാളികൾ. ഒരു അസുഖം വരുന്നതിന് മുമ്പ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കൂ എന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആയുർവേദം. അതിന് ഏറ്റവും വലിയ പ്രത്യേകത അതിന് പാർശ്വഫലങ്ങളില്ല എന്നുള്ളതാണ്. അങ്ങനെ ആയുർവേദവും അതേപോലെ തന്നെ കളരി മർമ്മ ചികിത്സയും സംയുക്തമായി സംയോജിപ്പിച്ചുകൊണ്ട് ചികിത്സാരംഗത്ത് ഏറെ ശ്രദ്ധേയമായ ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ കേരള ഗൈഡ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കോട്ടയം നാട്ടകത്തുള്ള ആഞ്ജനേയ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് കളരി മർമ്മ ചികിത്സാലയം ഏതാണ്ട് 4 പതിറ്റാണ്ടോളമായി സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ്. നേരത്തെ പറഞ്ഞ പോലെ ആയുർവേദവും കളരി മർമ്മ ചികിത്സയും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഏറെ പ്രശസ്തമായ ചികിത്സാ രീതിയാണ്. ഒരുപാട് ആളുകൾക്ക് ആശ്വാസ കേന്ദ്രമായ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് നേരിട്ട് മനസ്സിലാക്കാം. വരും. ആഞ്ജനേയ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് കളരി മർമ്മ ചികിത്സാലയത്തിൻ്റെ സ്ഥാപകൻ ബഹുമാന്യനായ ഉണ്ണികൃഷ്ണൻ ഗുരുക്കൾ ആഞ്ജനേയ ആണ് എന്നോടൊപ്പം ഉള്ളത്. ഗുരുക്കളെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ശരിക്കും ആയുർവേദവും കളരി മർമ്മ ചികിത്സയും പരസ്പരം പൂരകങ്ങളാണ് അല്ലേ ഗുരുക്കളെ? അതെ, ആയുർവേദ ചികിത്സകളും കളരി മർമ്മ ചികിത്സകളുമായിട്ടുള്ള വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആയുർവേദ ചികിത്സകളിൽ മരുന്നുകൾ കൊടുത്തുള്ള ചികിത്സകളാണ് കൂടുതൽ. അതിൻ്റെ ആ ഒരു ടൈം എടുത്ത് പാർശ്വഫലങ്ങളൊന്നുമില്ല എന്ന് പറയും. കളരി ചികിത്സ എന്ന് പറയുമ്പം ഉടനുണ്ടാകുന്ന വീഴ്ചയ്ക്കും അതുപോലെ തന്നെ എത്രയും എളുപ്പം ഇപ്പോൾ നടുവൊക്കെ ഒരു ഡിസ്ലൊക്കേഷനായി ശ്വാസം വിടാൻ പറ്റാതെ വരിക, അങ്ങനെ വീഴ്ചകളും അതുപോലെ തന്നെ ആഘാതങ്ങളും ഒക്കെ ഏൽക്കുന്ന ആളുകളെ എളുപ്പം സഡൻ ആക്ഷൻ എളുപ്പം എഴുന്നേൽപ്പിച്ച് നടത്താൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് അത്. ഇതിൻ്റെ പാരമ്പര്യം പറയാൻ പറ്റില്ല. അങ്ങ് പൂർവികരായിട്ടുള്ള ആളുകൾ മുമ്പ് മനുഷ്യൻ ഉണ്ടായപ്പം മുതൽ ചികിത്സ നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിപ്പോൾ ഇവിടെ ആഞ്ജനേയയിൽ എന്തൊക്കെ ചികിത്സകളാണ് പ്രധാനമായിട്ടുള്ളത്? ആഞ്ജനേയയിൽ ആയുർവേദ ചികിത്സകളുണ്ട്. എല്ലാ ആയുർവേദ ചികിത്സകളും, പഞ്ചകർമ്മ ചികിത്സകൾ, കൂടാതെ കളരി മർമ്മ ചികിത്സകൾ, ഒടിവ്, ചതവ്, അതുപോലെ തന്നെ തളർന്നു കിടക്കുന്ന രോഗികൾക്കുള്ള ചികിത്സകൾ, നടുവേദന, മുട്ടുവേദന, എല്ലാ ചികിത്സകളും ആഞ്ജനേയയിൽ ചെയ്യുന്നുണ്ട്. എത്ര പഴകിയ രോഗങ്ങൾക്ക് നമുക്ക് ആയുർവേദത്തിലും കളരി മർമ്മത്തിലും ഒക്കെ ചികിത്സയിലൊക്കെ ചികിത്സാവിധികളുണ്ടോ ഗുരുക്കളെ? ഉണ്ട്. എത്ര പഴകിയ രോഗങ്ങളും നമ്മൾക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അത് ശരി. ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ ഈ ഏറ്റവും അടുത്ത് നടന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ 2.5 വർഷം നടക്കാൻ മേലാതെ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട ഒരു യുവാവിന് തിരുവല്ലയിലുള്ള ശരി പുള്ളി എല്ലാ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജ് വരെ ഇനിയൊന്നും ചെയ്യാനില്ല, വീട്ടിൽ പോവുകയോ ഫിസിയോതെറാപ്പി ചെയ്യുകയോ ചെയ്യാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നു. അവർ പിന്നെ പ്രാർത്ഥനയിലൂടെയൊക്കെ ഒരു വിടുതൽ വരുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ എന്നെ പരിചയമുള്ള ഒരാൾ അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവരികയും ഞാൻ പറഞ്ഞു ഞാനൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. 1 മാസം കൊണ്ട് പുള്ളി എഴുന്നേറ്റു എന്നുള്ളതാണ് സത്യം. ശരി. എന്നിട്ട് ഞാൻ പത്രക്കാരെയൊക്കെ വിളിച്ചും മനോരമ നമുക്ക് വളരെ സപ്പോർട്ടായിട്ട് എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പത്രക്കാർ വന്ന് പത്രസമ്മേളനത്തിന് അയാൾ നടക്കുന്നത് കാണിച്ചു. അതെല്ലാം നല്ലതായിട്ട് ചെയ്തു. ഇപ്പോഴും പുള്ളി നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങി. പുള്ളിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ആഞ്ജനേയാണ് എന്നാണ് പത്രക്കാർ പറഞ്ഞത്. പത്രക്കാർ പറഞ്ഞതന്നെയല്ല, അവരുടെ വീട്ടുകാരെല്ലാം പറഞ്ഞു. ഇപ്പോഴും ഒരു 2 ആഴ്ച കൂടുമ്പോഴേലും വിളിക്കും. അതൊക്കെയാണ് ഈ ജീവിക്കുന്ന സത്യങ്ങൾ എന്ന് പറയുന്നത്. സത്യമായിട്ടുള്ള കാര്യമാണ്. ശരി. നമുക്കിവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഞാനങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വന്നിട്ടില്ല. ഇങ്ങനെ ചികിത്സകൾ
അവിടെ കുറഞ്ഞു ഇവിടെ കുറഞ്ഞു അവരുടെ വീഡിയോ എടുത്ത് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല. ഒരു ബിസിനസ്സായിട്ട് നമ്മൾ ബിസിനസ്സായിട്ട് എന്ന് പറയുന്നില്ല, നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ഒരാളുകൾ പറഞ്ഞു കേട്ട് വരുന്ന ചികിത്സകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ഇതിൻ്റെ പോക്ക്. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, അങ്ങനെ ഫാമിലി ആയിട്ടുള്ള ഒരു ചികിത്സയാണ്. ഞങ്ങളെല്ലാവരുടെ കൂടിയാണ് ഈ ചികിത്സയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു കളിപ്പീരോ ഒരു കുടുംബ ചികിത്സാ കേന്ദ്രം എന്ന് വേണേൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പ്രസവ രക്ഷാ ചികിത്സകൾ, പ്രസവ രക്ഷയ്ക്കുള്ള മരുന്നുകളും അതെല്ലാം ആയുർവേദ ഡോക്ടർമാർ തന്നെയാണ്. എൻ്റെ മക്കൾ 2 പേര് ആയുർവേദ ഡോക്ടേഴ്സാണ്. അത് കൂടാതെ ഞങ്ങൾ വേറെ 2 ആയുർവേദ ഡോക്ടർമാരും കൂടി. തെറാപ്പിസ്റ്റുകളുടെ സേവനം നമുക്കുണ്ട് അവിടെ. തെറാപ്പിസ്റ്റുകളുടെ സേവനമുണ്ട്. തെറാപ്പിസ്റ്റുകളുടെ പ്രത്യേകത കളരി ചെയ്യുന്നവരെ തന്നെ നമ്മൾ തെറാപ്പിസ്റ്റുകളാക്കി. അപ്പോൾ ആ ഒരു രീതിയിൽ അടക്കം ഒതുക്കമുള്ള നല്ല തെറാപ്പിസ്റ്റുകളായിരിക്കും. നമ്മുടെ വിശ്വാസമുള്ള ആളുകൾ, നമ്മളെ വിശ്വാസമുള്ള ആരോഗ്യമുള്ളത്. കളരി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല ആരോഗ്യമുള്ള നല്ല തെറാപ്പിസ്റ്റുകൾ കൊണ്ടാണ് നമ്മൾ ക്രിയകൾ ചെയ്യുന്നത്. ഞങ്ങളും തീരുമാനമായിട്ട് കയറുന്നവരാണ്. അല്ല, ഞാനും ഭാര്യ സ്ത്രീകളുടെ കാര്യങ്ങൾക്കും ഞാൻ ആണുങ്ങളുടെ കാര്യങ്ങൾക്കും തീരുമാനമായിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ വൈഫാണ്. പേര് പറഞ്ഞില്ല. വൈഫിൻ്റെ പേര് ശ്രീദേവി എന്നാണ്. അത് ശരി. മറ്റ് സ്ത്രീ സംബന്ധമായ എന്തൊക്കെ രോഗങ്ങൾക്കാണ് ഉൾപ്പെടുന്ന ചികിത്സകളുള്ളത്? കൂടുതലും നടുവേദന, പിന്നെ അതുപോലെ തന്നെ മരപ്പ്, ശരി, പിന്നെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെ എല്ലാ ചികിത്സകൾക്കും നമ്മൾ ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ശരി. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ശാശ്വതമായ പരിഹാരം ഇതിനകത്ത് കണ്ടെത്താൻ പറ്റുമോ? ഉണ്ട്, തീർച്ചയായിട്ടും. ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നിപ്പോൾ വ്യായാമം ഇല്ലാതെ വരിക, പിന്നെ കാലാവസ്ഥകളുടെ പോലും മാറ്റങ്ങൾ കണ്ടില്ല, അതെല്ലാം മനുഷ്യൻ്റെ നമ്മുടെ ശരീരത്തെ ശരിക്കും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പ്രതിരോധ ശക്തി കൂട്ടുക എന്നുള്ളതാണ് നമ്മളുടെ ചികിത്സയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് ഊന്നൽ കൊടുത്തുള്ള ചികിത്സകളാണ് നമ്മൾ ഇവിടെ ചെയ്തു വരുന്നത്. അതായത് ഈ അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിന്റെ ഒരു തത്വം തന്നെ, അല്ലേ? അതെ. രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിന് ഒരു പ്രതിവിധി നേടുകയാണെന്നുണ്ടെങ്കിൽ രോഗം വരാത്ത അവസ്ഥയിൽ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും. ശരി. ഒരു ടെൻഷനും യാതൊരു കാര്യങ്ങളും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റും. ആഞ്ജനേയ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് കളരി മർമ്മ ചികിത്സ, കുറവിലങ്ങാട് നമ്മുടെ കളരി അക്കാഡമി ഉണ്ട്. അതിൻ്റെ ചാർജുള്ള പ്രിയപ്പെട്ട ഡോക്ടർ ഹരികൃഷ്ണൻ സാറാണ് എന്നോടൊപ്പം. സാറേ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ ഭാര്യ എന്ന് ആദ്യം പരിചയപ്പെടുത്തുക, മക്കളെ പരിചയപ്പെടുത്തുക. ഒരാൾ കളരിയിലാണ് കണ്ടു. അതെ. വൈഫിനെ, മക്കളെ ഒന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ വൈഫ് സൂര്യ. ഞങ്ങൾ 2 പേരും കൂടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നത്. ശരി. കളരിയും ഹോസ്പിറ്റലും. ഇത് എൻ്റെ 2ാമത്തെ മോള് ധ്വനി. മൂത്തയാള് കളരിയിൽ ദ്യുതി. ശരി. അതേപോലെ നേരത്തെ നമ്മൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ അച്ഛനിൽ നിന്ന് മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞത് ആയുർവേദത്തിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് മ്യൂസിക് തെറാപ്പി. അതിലൂടെ ഒരുപാട് പേർക്ക് ആരോഗ്യ സൗഖ്യം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മ്യൂസിക് തെറാപ്പിയും ആയുർവേദവും എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഇപ്പം ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുസിന്റെ വേദം എന്നാണ് പറയപ്പെടുന്നത്. ആയുസിനെ സംരക്ഷിക്കുന്ന ഒരു വേദത്തിൽപ്പെട്ടതാണ് ആയുർവേദം. അപ്പോൾ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ മനസ്സിനെയും കൂടെ റിലാക്സ് ചെയ്യുക തന്നെ. ചികിത്സയിലൂടെ നമുക്ക് ശരീരം സുഖമാകുന്നു, എന്നാലും ചികിത്സയിലൂടെ നമുക്ക് മാറ്റാൻ പറ്റാത്ത മനസ്സിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. അത് മ്യൂസിക് തെറാപ്പിയിലൂടെ മാറും. അതിനെ നമുക്ക് ചികിത്സയിൽ ഒരുപാട് ഗുണം ചെയ്യും. അത് ശരി. അതേപോലെ തന്നെ നമുക്ക് ഈ ആയുർവേദത്തിലേക്ക് വേണ്ടിയുള്ള മരുന്നുകളൊക്കെ നമ്മൾ എങ്ങനെയാണ്, ഇവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? ചില മരുന്നുകൾ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ചില തൈലങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വൈദ്യരത്നം ഔഷധശാലയുടെ മരുന്നുകളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ഒരുപാട് ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഈ ആയുർവേദ ഹോസ്പിറ്റലും അതേപോലെ തന്നെ കളരി മർമ്മ ചികിത്സയും അതെങ്ങനെ റിലേറ്റഡ് ആണ് ഡോക്ടർ? അതായത് നമ്മളുടെ കളരി ചികിത്സകൾ എന്ന് പറഞ്ഞാൽ മർമ്മ ചികിത്സയുടെ ഒരു വിഭാഗം തന്നെയാണ് കളരി ചികിത്സയും. അതായത് പെട്ടെന്നുള്ള പെയിൻ മാനേജ്മെന്റ് ആണ് നമ്മൾ കളരി ചികിത്സയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആയുർവേദത്തിൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ചികിത്സാ രീതികൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിന്റെ കൂടെ കളരി ചികിത്സയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്നുള്ള പെയിൻ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഒരു നടക്കാൻ പറ്റാതെ വരുന്ന ഒരാള് നമുക്ക് ഈ രീതിയിലുള്ള ചികിത്സ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കും. നമുക്ക് അച്ഛൻ അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ നമുക്ക് അക്കാഡമിയിലെ കളരി അക്കാഡമിയിൽ എത്ര കുട്ടികൾ ഏകദേശം ഉണ്ടാവും? നമുക്കൊരു 50-60 കുട്ടികളോളം ഉണ്ട്. അത് ശരി. എല്ലാ ദിവസവും തന്നെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആഴ്ചയിൽ 3 ദിവസമേ ക്ലാസ് ഉള്ളൂ. ഈ രണ്ടും കൂടെ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു സമയത്തിന്റെ ഒരു കുറവുണ്ട്. കളരി എന്ന് പറയുന്ന പാഷനാണ്, പക്ഷെ പ്രൊഫഷൻ ആയുർവേദമാണല്ലോ. അത് ശരി. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുള്ളത് നമ്മുടെ അച്ഛൻ ഗുരുക്കളിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞോളാം. ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി.
വളരെ സന്തോഷം. ഇത്രയും വർഷത്തെ ഈ സേവന പാരമ്പര്യം ഇപ്പോൾ തിരക്ക് പിടിച്ച ആളുകളാണ് എല്ലാവരും. നമ്മുടെ ശരീരത്തെ നോക്കുന്നതിനോ അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കുന്നതിനോ ഒന്നും ഒട്ടും സമയമില്ല. അപ്പോൾ ആ തിരക്ക് പിടിച്ച ജീവിതത്തിലുള്ള ആളുകളോട് താങ്കളുടെ ഈ സേവന പാരമ്പര്യം വെച്ച് ഒരു കളരി ഗുരുക്കൾ എന്ന രീതിയിലും ആയുർവേദ രംഗത്തെ തന്നത് വ്യക്തിമുദ്ര പതിപ്പിച്ച ആളെന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? ആരോഗ്യമാണ് സമ്പത്ത് എന്നുള്ളതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. ആരോഗ്യമില്ലാത്ത മനുഷ്യൻ ഇപ്പം നമുക്കും ബുദ്ധിമുട്ടാണ്, നമ്മളെ നോക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നതാണ്. അതെ. അപ്പം ആരോഗ്യമുള്ളൊരു തലമുറ ഒരു ആവശ്യമില്ലാത്ത മദ്യപാന ശീലങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, ലഹരി പദാർത്ഥങ്ങളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗങ്ങളൊക്കെ കുറച്ച് ആരോഗ്യമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനെ അവർക്ക് സംരക്ഷിക്കാൻ നോക്കും. കളരിപ്പയറ്റ് എന്ന് പറയുന്ന പ്രതിരോധ കല എന്ന അതിൻ്റെ പേര് തന്നെ. അത് രോഗത്തെ പ്രതിരോധിക്കാനായിട്ടാണ് ശരിക്കും. എന്നും വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ ദുർമേധസ്സൊക്കെ ശരീരത്തിൽ നിന്നും പോകും. തീർച്ചയായിട്ടും ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാവും, സംശയിക്കണ്ട. അപ്പോൾ നമുക്ക് ഈ ആയുർവേദ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സൗകര്യങ്ങളുണ്ട്. ശരി. നമ്മുടെ സേവനങ്ങൾ ആവശ്യമുള്ളവർ എങ്ങനെയാണ് താങ്കളെ ഒന്ന് കോൺടാക്ട് ചെയ്യേണ്ടത്? നമ്മുടെ നാട്ടകത്താണ് ഞങ്ങൾക്കിപ്പോൾ ഒരു സെൻറ്റർ ഉള്ളത്. ശരി. പിന്നെ ഒരെണ്ണം കുറവലങ്ങാടുണ്ട്. ശരി. കുറവലങ്ങാട് സെൻറ്റർ ഞങ്ങളെല്ലാം എല്ലാ പേഷ്യൻറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വലിയ കേസൊക്കെ വരുമ്പോൾ അവർ മോനാണ് ശരി വിളിക്കും. അതുപോലെ അവൻ ഇവിടെ വരും. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇപ്പോഴും ബ്രാഞ്ചുകൾ കൂടിയെന്നുള്ളതല്ലാതെ ഞങ്ങളുടെ എല്ലാം ആലോചിച്ചിട്ടേ ചെയ്തുള്ളൂ. ഇപ്പോൾ ഒരു എന്താ പറയുക, MRI കിട്ടിയാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിച്ച് നമുക്ക് അതിനുള്ള പരിഹാരം ഞങ്ങൾ തമ്മിൽ ആലോചിച്ച് ഒരു 4-5 അമേരിക്കയിലെ ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുന്ന പോലെ ഡോക്ടർമാരോട് സംസാരിക്കും. ഞങ്ങൾ 5 പേരുണ്ട്. വേറെ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് ഓരോരുത്തരോടും ചോദിച്ച് എന്താണ് തീരുമാനം എടുക്കുന്നത്. അല്ലാതെ എന്നാൽ ഇങ്ങനെ അങ്ങ് ചെയ്തേക്കാം അങ്ങനെ ഞങ്ങൾ പറയല. ഒന്നിച്ച് തീരുമാനിക്കുക, എന്നിട്ട് അതിന് ചികിത്സിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും. അതാ കളരി പരിശീലനമൊക്കെ ഇപ്പോഴും ഉണ്ടോ? കളരി പരിശീലനമൊക്കെ ഉണ്ട്, കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറവലങ്ങാടാണ് കളരി. ഇപ്പം നമ്മുടെ ഇവിടുത്തെ കളരിക്ക് ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി. ഡോക്ടർമാരെ മക്കളെ പേര് പറഞ്ഞില്ല, പരിചയപ്പെടുത്തിയില്ല. ഡോക്ടർ ഹരികൃഷ്ണൻ, ഡോക്ടർ പാർവതി 2 പിള്ളേരാണ്. ഡോക്ടർ പാർവതിയാണ് മൂത്തത്. ശരി. മോൻ 2ാമത്തെ. അവനും കല്യാണം കഴിച്ച് അവനും കുട്ടികളൊക്കെ ആയി. അവരും ഫാമിലി ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. എല്ലാവരും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കളരിയിലാണേലും ഞങ്ങളെല്ലാവരും കൂടെ പോയി സൂപ്പർ കുടുംബം എന്നും പറഞ്ഞ് നമ്മുടെ മഴവിൽ മനോരമയ്ക്ക് അതൊരു പ്രോഗ്രാം ഞങ്ങൾ സൂപ്പർ കുടുംബം. ശരി ശരി. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ ഫാമിലിയായിട്ട് കളരിയുടെ പ്രോഗ്രാമൊക്കെ അവിടെ കാണിച്ചു ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്യുന്നത്. ശരി. അപ്പം ശരിക്കും സൂപ്പർ കുടുംബം തന്നെയാണ്. സൂപ്പർ കുടുംബമായിട്ടാണ് ഒന്ന്. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആയുർവേദവും കളരിയും പ്രധാനമായി അടുത്തടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? വളരെ അടുത്തടുത്ത് നിൽക്കുന്നതാണ്. ആരോഗ്യം പ്രായം ഒരു പ്രശ്നമാണോ അതിന്? പ്രായത്തിലുള്ളത് ചെയ്യുക, അല്ലാതെ പ്രായമായി കഴിയുമ്പോഴത്തേനും നമ്മൾ വ്യായാമം ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ പ്രായം ആകുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. 20 വയസ്സിൽ ചെയ്യുന്ന ഒരാൾക്ക് 60 വയസ്സിലുള്ള ആളെ പോലെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഒത്തിരി ഗുണം കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അത് ശരി. ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രായമാകും തോറും ജോലി കൂടും. അപ്പോൾ ആരോഗ്യം ഇല്ലെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഈ മെഷീനൊക്കെ പ്രവർത്തിപ്പിക്കാതിരിക്കുന്നത് അതെന്ന് പറഞ്ഞാലേ. അപ്പം നമ്മൾ നല്ല ചുറുചുറുക്കോടുകൂടി ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ എക്സർസൈസ് ചെയ്തെങ്കിൽ മാത്രമേ അത് ശരി. അതുപോലെ ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഒരു ലേഖനം ഞാൻ വായിച്ചതാണ്. ആയുർവേദത്തിൽ അതിന് ശാശ്വതമായ റെമഡി ഉണ്ട്. ശരിക്കും അത് സത്യമാണല്ലേ? സത്യമാണ്. ആയുർവേദത്തിൽ ഇല്ലാത്തതൊന്നുമില്ല. ചികിത്സ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചികിത്സാ രീതികൾ തന്നെ ആയുർവേദത്തിലൂടെയാണല്ലോ. അതിൽ ഭക്ഷണക്രമങ്ങളും എല്ലാം ഉൾപ്പെടും. ശരി. അപ്പോൾ നമുക്ക് ആ കളരി ചികിത്സാ കേന്ദ്രം കൊണ്ടൊന്ന് കാണണം. മകനെയൊക്കെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടണം. ഈ സൂപ്പർ കുടുംബത്തെ പ്രേക്ഷകർക്കും പരിചയപ്പെടുത്തണ്ടേ? ആയിക്കോട്ടെ. എന്തായാലും വളരെ വിശദമായ രീതിയിൽ ആയുർവേദത്തെക്കുറിച്ചും കളരി മർമ്മ ചികിത്സയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്ന കുറികൾക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ആയുർവേദവും കളരി മർമ്മ ചികിത്സയും ആവശ്യമുള്ളവർ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ ഗുരുക്കളുടെ സേവനം നമുക്ക് ആവശ്യമായി വരും. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. ക്യാമറാമാൻ റിജോയ് പറവൂറിനൊപ്പം മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.